സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാതെ ലോകത്ത് സാമ്പത്തിക പുരോഗതിയും സമൃദ്ധിയും സാധ്യമാകില്ലെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസ് സംഘടിപ്പിച്ച സെക്യൂരിറ്റി ടു പ്രോസ്പെരിറ്റി എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷയും സാമ്പത്തിക വളർച്ചയും രണ്ട് വ്യത്യസ്ത മേഖലകളല്ലെന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചും സാമ്പത്തിക താൽപര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പുകൾ നൽകി. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഗോള വ്യാപാരവും ഡിജിറ്റൽ ബന്ധങ്ങളും രാജ്യങ്ങളെ പരസ്പരം അടുപ്പിക്കുമെന്നും യുദ്ധങ്ങൾ ഇല്ലാതാക്കുമെന്നുമാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് ഇതേ വ്യാപാര ശൃംഖലകളും വിതരണ സംവിധാനങ്ങളും മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും വരുതിയിലാക്കാനുമുള്ള ആയുധങ്ങളായി മാറിയിരിക്കുകയാണ്. സെമി കണ്ടക്ടറുകളുടെ ലഭ്യത കുറച്ച് അത് മറ്റ് രാജ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഉപകരണമാക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന വ്യാപാര പാതകൾ തർക്ക മേഖലകളായി മാറുന്നു. നിലവിൽ ലോകത്തെ പ്രതിരോധ ചിലവ് $2.7 ട്രില്യൺ കടന്നിരിക്കുകയാണ്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കായുള്ള ബജറ്റിനേക്കാൾ കൂടുതലാണ്. വിതരണ ശൃംഖലകളെയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെയും അമിതമായി ആശ്രയിക്കുന്നത് വലിയ തന്ത്രപരമായ വീഴ്ചയ്ക്ക് കാരണമാകും. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് കേവലം സാമ്പത്തിക ആവശ്യമല്ല, മറിച്ച് ദേശീയ സുരക്ഷയുടെ പ്രധാന ഭാഗമാണ്. വരും ദശകത്തിൽ സാങ്കേതിക വിദ്യ നിയന്ത്രിക്കുന്നവരാകും യുദ്ധങ്ങളുടെ ഫലം നിർണ്ണയിക്കുക. ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങൾ കേവലം അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് വ്യവസായ ഉൽപാദനം, ഗവേഷണം, ഭരണ സംവിധാനങ്ങൾ എന്നിവയെ ഒരേപോലെ ബാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ രാജ്യം വേഗത്തിൽ മുന്നേറേണ്ടതുണ്ട്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശക്തിയില്ലായ്മയല്ല സമാധാനം, മറിച്ച് കഴിവും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉള്ളപ്പോഴാണ് യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നതെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഓർമ്മിപ്പിച്ചു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യങ്ങൾക്കൊപ്പം ഇന്ത്യയും വേഗത്തിൽ ചുവടുവയ്ക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയുടെ പുതിയ തന്ത്രപരമായ നയമായ സ്മാർട്ട് പവർ ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട ശേഷം ബോധപൂർവം ഒരു ഇടവേള എടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയന്ത്രിതമായ സംയമനത്തിന്റെയും തന്ത്രപരമായ വിവേകത്തിന്റെയും ഒരു പുതിയ മാതൃകയാണിതെന്നും വിശേഷിപ്പിച്ചു. 2025 മെയ് 6-7 തീയതികളിലെ രാത്രിയിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. വെറും 22 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന കൃത്യമായ ഒരു സമയപരിധിക്കുള്ളിൽ സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സന്ദേശങ്ങൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവയുടെ കൃത്യമായ സംയോജനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും പാകിസ്ഥാന്റെ ദീർഘകാല തന്ത്രപരമായ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്ത ശേഷമാണ് ഇന്ത്യ ബോധപൂർവം ആക്രമണം നിർത്തിവെച്ചതെന്ന് കരസേനാ മേധാവി പറഞ്ഞു. ഓപ്പറേഷൻ ആരംഭിച്ച് 88 മണിക്കൂറിന് ശേഷം എടുത്ത ഈ തീരുമാനം ബോധപൂർവമായിരുന്നു. ഇതിനെയാണ് അദ്ദേഹം സ്മാർട്ട് പവർ എന്ന് വിശേഷിപ്പിച്ചത്. ശരിയായ സമയത്ത് ശരിയായ ആയുധം ഉപയോഗിക്കുകയും സൈനിക നടപടിയെ തന്ത്രപരമായ നേട്ടമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.